ഹലോ ഗൈസ്, അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഒരു മാസത്തെ നടന്ന പോരാട്ടം, നീണ്ട പോരാട്ടം, 48 ടീമുകൾ, ആയിരക്കണക്കിന് പോരാട്ട നിമിഷങ്ങൾ, കോടിക്കണക്കിന് ആരാധകരുടെ പ്രാർത്ഥനകൾ, അങ്ങനെ എല്ലാറ്റിനും ഒരു ഉത്തരമായി ബാക്കിയുള്ളത് രണ്ടേ രണ്ട് ടീമുകൾ. അതെ, നമ്മുടെ അർജന്റീന വി സ്പെയിൻ. നമ്മുടെ വർഷങ്ങൾക്ക് ശേഷം, അതായത് 2016 ശേഷം ഒരു വേൾഡ് കപ്പ് സ്വപ്നമായി വരുന്ന സ്പെയിനും, അതെ നമ്മുടെ തുടർച്ചയായ രണ്ടാം വേൾഡ് കപ്പിൽ മുത്തമിടാൻ വരുന്ന മെസ്സിയും കൂട്ടരും, അതെ അർജന്റീന. അങ്ങനെ വളരെ 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 മനോഹരമായ ഇത്രയും നാളത്തെ പോരാട്ടത്തിന് ഒടുവിൽ ഇതാ ഫൈനലിൽ എത്തിയിരിക്കുന്നു. അർജന്റീന വി സ്പെയിൻ. കാണാൻ കാത്തിരിക്കാം നമുക്ക് 20-ാം തീയതി എന്ത് സംഭവിക്കും, ആരാണ് കപ്പ് ഉയർത്തുക, ആരാണ് ആരാണ് കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവുക, നമ്മുടെ ന്യൂജേഴ്സി സ്റ്റേഡിയത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുക. ഒരു വശത്ത് പുത്തൻ തലമുറയുടെ മുഖമായി ലാമിൻ യമാൽ ചരിത്രം തൻ്റെ പേര് സൃഷ്ടിക്കുമോ, അതോ നമ്മുടെ മെസ്സി, ഒരു വശത്ത് നമ്മുടെ ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി തൻ്റെ കരിയറിലെ മറ്റൊരു സുവർണ്ണ അധ്യായം കൂടി എഴുതുമോ, അതായത് ഗോൾഡൻ ബൂട്ട് അടക്കം നേടിക്കൊണ്ട് പുള്ളി പോകുമോ? അർജന്റീനയും കൂട്ടരും നമുക്ക് നോക്കി കാണാം. ഇത് വെറും ഒരു ഫൈനൽ മാത്രമല്ല, തലമുറകളുടെ യുദ്ധമാണ്. കാരണം ഒരു വശത്ത് നമ്മുടെ അനുഭവ പരിചയവും എല്ലാം കൊണ്ട് വന്നിരിക്കുന്ന അർജന്റീനയും, മറ്റത് യുവതലമുറയും ചേർന്നുള്ള അനുഭവവും യുവത്വവും ചേർന്ന ഒരു നേർക്കുനേർ നിൽക്കുന്ന ഒരു നിമിഷം തന്നെയാണ് നമ്മുടെ ഈ 2026 നമ്മുടെ ഈ 20-ാം തീയതി രാവിലെ നടക്കാൻ പോകുന്ന വേൾഡ് കപ്പ് ഫൈനൽ. നമ്മുടെ അർജന്റീന സ്പെയിൻ, എന്താ പറയുക, 2010 ശേഷം വേൾഡ് കപ്പ് എന്ന സ്വപ്നവുമായി വരുന്നതാണ് സ്പെയിൻ. ഇത് തുടർച്ചയായി കഴിഞ്ഞ വേൾഡ് കപ്പിലെ ഫൈനലിന് ശേഷം, അതായത് കഴിഞ്ഞ ഫ്രാൻസിനെ അട്ടിമറിച്ച് വിജയിച്ചതിന് ശേഷം ഇതാ സ്പെയിനെതിരെയും മെസ്സിയും കൂട്ടരും ഇറങ്ങുകയാണ്. മെസ്സിയുടെ അവസാന വേൾഡ് കപ്പ് ആകുമോ ഇത്? അതും വേൾഡ് കപ്പ് സ്വപ്നം പുള്ളിക്ക് ഇനി നേടാനായിട്ട് ഒന്നുമില്ല. സത്യം പറഞ്ഞാൽ എല്ലാം നേടിയിട്ട് തന്നെയാണ് മെസ്സി ഇറങ്ങുന്നത്. അങ്ങനെയാണ് 90 മിനിറ്റ് ഇനി അവസാനത്തെ 90 മിനിറ്റ്, 20-ാം തീയതി 90 മിനിറ്റ് ആര് നേടും? അതോ 120 മിനിറ്റോ, ആവശ്യമെങ്കിൽ 120 മിനിറ്റോ, അത് കഴിഞ്ഞല്ലെങ്കിൽ പെനാൽറ്റി. എന്തായാലും ഒരു കാര്യം ഓർക്കുക, ഒറ്റ പേരിലായിരിക്കും ഈ 20-ാം തീയതിക്ക് ശേഷം അറിയപ്പെടുക ആര് വേൾഡ് ചാമ്പ്യന്മാരാകുമെന്ന്. സുഹൃത്തുക്കളെ, ലോകം മുഴുവൻ ശ്വാസം പിടിച്ച് കാത്തിരിക്കുന്ന ഈ നിമിഷം എത്തിയിരിക്കുന്നു. ഫിഫ വേൾഡ് കപ്പിന്റെ ഗ്രാൻഡ് ഫൈനൽ. അതെ, അർജന്റീന വി സ്പെയിൻ. ചരിത്രം എഴുതപ്പെടാൻ പോകുന്നു. ഇനി മണിക്കൂറുകൾ മാത്രം. നമ്മൾ ഓരോ ടീമിൻ്റെയും പോസിറ്റീവും നെഗറ്റീവും, അത് അവരുടെ സൈഡുകളും എല്ലാം വിശദീകരിക്കുന്നുണ്ട്. വീഡിയോ പൂർണ്ണമായി കാണുക. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ടീമുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ അർജന്റീന വി സ്പെയിൻ. അർജന്റീനയെ തന്നെ നമുക്ക് ആദ്യം പറയാം. അർജന്റീന ശക്തി എന്ത്? അർജന്റീന ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്ന അവരുടെ അനുഭവ സമ്പത്ത് തന്നെയാണ്. ഏത് സമ്മർദ്ദഘട്ടത്തിലും അവർ പോരാടി, അവർ തളരാത്ത ഒരു ടീം തന്നെയാണ്. കഴിഞ്ഞ 2 മത്സരങ്ങളിലും, അതായത് ക്വാർട്ടർ ഫൈനൽ, സെമി ഫൈനൽ അവർ നേടിയ വിജയങ്ങൾ. കാരണം അവസാന നിമിഷം വരെ, അതായത് 90 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് അവർ ഒന്ന് നന്നായി കളിച്ചതും അവർ ഗോൾ അടിച്ചത്. അതായത് കഴിഞ്ഞ മത്സരം സെമി ഫൈനൽ 84 മിനിറ്റ് വരെ അവർ 1-0 പിന്നിലായിരുന്ന ടീമാണ്. അവസാനം 90 പ്ലസ് കുറച്ച് മിനിറ്റ് കൂടെ കിട്ടിയ ശേഷം അതുകൊണ്ട് 98-92 മിനിറ്റിലും ഗോൾ അടിച്ച് അവർ 2-1 വിജയിച്ചത്. അങ്ങനെയാണ് അവർ സെമി ഫൈനലിൽ നേടിയത്. അതേപോലെ തന്നെ ക്വാർട്ടർ ഫൈനലിൽ 1-1 നിന്ന് അത് നമ്മുടെ സ്വിറ്റ്സർലൻഡിനെതിരെ നിന്ന് അവസാനം എക്സ്ട്രാ ടൈമിൽ 3-1 അവർ വിജയിച്ച് അവർ അങ്ങനെ വിജയം നേടി. അത് ഒരിക്കലും തളരാത്ത പോരാളികൾ തന്നെയാണ് ഏറ്റവും ഈ പറയുന്ന നമ്മുടെ അർജന്റീനയിലെ ഓരോ താരങ്ങളും. കാരണം മെസ്സിയെ പൂട്ടിയപ്പോഴും മെസ്സിക്ക് തുണയായി വന്ന മറ്റുള്ളവരാണ് ഗോൾ അടിച്ചത്. കഴിഞ്ഞ 2 മത്സരങ്ങളിലും മെസ്സിക്ക് ഗോൾ അടിക്കാൻ സാധിച്ചില്ല. അതിന് മുന്നത്തെ മത്സരങ്ങളിൽ മെസ്സി അടിച്ചാൽ മാത്രമേ അർജന്റീന ജയിക്കൂ എന്നുള്ളൊരിതുണ്ടായിരുന്നു. പക്ഷേ അർജന്റീന മെസ്സിയെ പൂർണ്ണമായി ഒഴിവാക്കി, മെസ്സി ബാക്കിൽ നിന്ന് സപ്പോർട്ട് ചെയ്ത് അങ്ങനെ മറ്റുള്ളവരാണ് ഗോൾ അടിച്ചത്. നമ്മുടെ മാർട്ടിനാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പറയേണ്ട കാര്യമുള്ളൂ. ഗോൾ വേട്ടക്കാരൻ മുന്നിട്ട് നിൽക്കുന്ന, ഒരു അവസരം കിട്ടിയാൽ അവൻ ഗോൾ അടിക്കുന്നവനാണ്. ഭയങ്കര ഫിനിഷറാണ്. കഴിഞ്ഞ 2 മത്സരങ്ങൾ അവൻ ചെയ്ത ഫിനിഷിങ് നമുക്ക് കണ്ടതാണ്. പിന്നെ നമ്മുടെ മെസ്സിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് മെസ്സിനെ കുറിച്ച് പറയാത്ത കാര്യം, ഏത് കളിയും ഗതി മാറ്റാൻ കഴിവുള്ളവനാണ്. ഒരു ഫ്രീ കിക്കോ, ഒരു നിമിഷത്തെ മാജിക് കൊണ്ടോ പുള്ളി അർജന്റീന ഭാഗത്തേക്ക് അവസരം തിരിക്കാനുള്ള കഴിവുള്ളവനാണ് മെസ്സിയെ പൂട്ടുന്ന, എത്രത്തോളം പൂട്ടുന്നു. കഴിഞ്ഞ മത്സരത്തിൽ ഫ്രാൻസിനെ നമ്മുടെ എംബാപ്പയെ സ്പെയിൻ പൂട്ടിയ പോലെ ഈ മത്സരത്തിൽ സ്പെയിൻ മെസ്സിയെ പൂട്ടിയെങ്കിൽ മാത്രമേ അവർക്ക് വിജയം സാധിക്കുകയുള്ളൂ. കഴിഞ്ഞ മത്സരത്തിൽ നമ്മുടെ സെമി ഫൈനലിൽ മെസ്സിനെ പൂട്ടാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും മെസ്സി ബാക്കിലേക്ക് ഇറങ്ങി. മെസ്സിനെ പൂട്ടാൻ ശ്രമിച്ചെങ്കിലും മെസ്സി ബാക്കിലേക്ക് ഇറങ്ങുകയും മാക്സിമം സപ്പോർട്ട് നൽകി മറ്റുള്ളവരെ കൊണ്ട് ഗോൾ അടിപ്പിച്ചും അസിസ്റ്റ് നൽകിയും അങ്ങനെ മെസ്സി മുന്നിട്ട് നിന്നു. മെസ്സി തന്നെയാണ് ഗോളിന്റെ ഗതി മാറ്റിയത്. അതേപോലെ ഈ കളിയിൽ സ്പെയിൻ എത്രത്തോളം മെസ്സിയുടെ പുറകെ നടക്കുന്നു, അതായത് മെസ്സിയെ എത്രത്തോളം കളിക്കാൻ അനുവദിക്കാതിരിക്കുന്നു, അത്രത്തോളം അവരുടെ വിജയ പ്രതീക്ഷ കൂടും. മെസ്സിയെ ചുറ്റിയായിരിക്കും സ്പെയിൻ മൊത്തം കളിക്കാരും എന്ന് ഉറപ്പുള്ള കാര്യമാണ്. കഴിഞ്ഞ മത്സരത്തിൽ ഫ്രാൻസിലെ എംബാപ്പയെ ചുറ്റി പോലെ ഈ പ്രാവശ്യം മെസ്സിയെ തന്നെ ചുറ്റും. അങ്ങനെ മെസ്സി ഇല്ലെങ്കിൽ തന്നെ നമുക്ക് അടിക്കാൻ മാർട്ടിനാസ് ഉണ്ട്. പിന്നെ അൽവാരസ്, വേഗതയും നിരന്തര ഓട്ടം കൊണ്ട് എതിരാളിലെ പ്രതിരോധത്തെ തകർക്കുന്ന ഒരുത്തൻ തന്നെയാണ് അൽവാരസ്. പിന്നെ മധ്യനിരയിലാണെങ്കിൽ ഫെർണാണ്ടസ്, അലക്സ് ടെൽ എന്നിവരെല്ലാം കളി നിയന്ത്രിക്കുന്നവരാണ്. പ്രതിരോധവും ആക്രമണവും ബന്ധിപ്പിക്കുന്ന പ്രധാന താരങ്ങളാണ് അർജന്റീന ഇവർ.
പിന്നെ നമ്മുടെ വേറെ ഒന്നും പറയേണ്ട നമ്മുടെ പ്രതിരോധി ക്രിസ്ത്യൻ റൊമേറോ അവനെ കുറിച്ച് നമുക്ക് അറിയാമല്ലോ, പ്രതിരോധത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു കളിക്കാരൻ തന്നെയാണ് റൊമേറോ. പിന്നെ ഏറ്റവും വലിയ നമുക്ക് പ്രത്യേകം എടുത്ത് പറയേണ്ടത് നമ്മുടെ മാർട്ടിനാസ്, നമ്മുടെ ഡിബു മാർട്ടിനാസ്, നമ്മുടെ ഗോൾ കീപ്പർ. എല്ലാ മത്സരങ്ങളും കഴിഞ്ഞ വേൾഡ് കപ്പിൽ നമ്മൾ കണ്ടതാണ്. അതേപോലെ തന്നെ ഈ വേൾഡ് കപ്പിൽ പല ടീമിനെ രക്ഷിച്ചുള്ള ഒരു ഗോൾ കീപ്പർ തന്നെയാണ് നമ്മുടെ മാർട്ടിനാസ്. അങ്ങനെ വമ്പൻ താരനിരയുമായി വരുന്ന ടീമാണ് അർജന്റീന. അതേപോലെ വമ്പൻ പ്രതിരോധവും വമ്പൻ അറ്റാക്കും എല്ലാം കൊണ്ടും ഒരു കളമറിഞ്ഞ് കളിക്കുന്ന ടീമാണ്. അവസാന നിമിഷം വരുന്ന പോരാടുന്ന ടീമാണ്. അപ്പോൾ നമുക്ക് അർജന്റീനയെ നമുക്ക് സൂക്ഷിച്ചേ പറ്റൂ. ഇനി സ്പെയിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്പെയിൻ ഒരു വലിയ ശക്തി തന്നെയാണ്. കാരണം യൂറോപ്യൻ ചാമ്പ്യന്മാരാണ് അവർ എന്താ പറയുക, അവർ ഒരു ടീം ഒരാളെ മാത്രം ആശ്രയിക്കുന്ന ടീമല്ല, ഒരു മൊത്തത്തിൽ ആശ്രയിക്കുന്ന ടീമാണ്. അതേപോലെ തന്നെ ഏറ്റവും അപകടകാരികളായ ഈ ലോകത്തിൻ്റെ ഏറ്റവും വലിയ ശ്രദ്ധാകേന്ദ്രം എന്നുള്ളതാണ് 18-ാം വയസ്സിൽ നമ്മുടെ ലോകത്തെ വിസ്മയിച്ച യമാലാണ്. അദ്ദേഹത്തിൻ്റെ ഡബ്ലിങ്ങും വേഗതയും അസിസ്റ്റൻറ്റും എല്ലാം നമ്മൾ കണ്ടതാണ്. കളി ഗതി മാറ്റാൻ സാധിക്കുന്ന ഒരുത്തൻ തന്നെയാണ് അവർ. പിന്നെ നമ്മുടെ മിഖായൽ ഓയർസബാൽ നമുക്കറിയാവുന്നതാണ്, ഗോൾ അടിച്ചത് ഫിനിഷർ, നല്ലൊരു ഫിനിഷർ കൂടിയാണ് അവർ. അത് പിന്നെ പെട്രി, നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഗോൾ അടിച്ച പെട്രി റൊട്രിയും എല്ലാം മധ്യനിരയിൽ ആക്രമണം നിരന്തരം അയച്ചുവിടുന്നതിന് അവരെ ബാലൻസ് കെട്ടിപ്പെടുന്ന ഒരു ആരാണ് ഇവർ. പിന്നെ പ്രതിരോധത്തിൽ ഹുസൈനും അതിൻ്റെ കുബാൽസിയും പിന്നെ നമ്മുടെ ഗോൾ പോസ്റ്റിൽ നിൽക്കുന്ന സിയോനും ഇവരെല്ലാം സ്പെയിൻ്റെ കരുത്തുകളാണ്. ഇതുവരെ ഒരു ഗോൾ മാത്രമാണ് അവർ വഴങ്ങിയിട്ടുള്ളൂ. അതാണ് അവരുടെ പോസിറ്റിവിറ്റി എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം പ്രതിരോധം അമ്മാതി സ്ട്രോങ് ആണ്. ബെൽജിയത്തിനെതിരെ ഒരു ഗോളാണ് അവർ വഴങ്ങിയത്. അവസാനം സെമി ഫൈനൽ ഫ്രാൻസിനെ 2-0 പൊട്ടിച്ച് അപ്പോഴും അവർ ഗോൾ വഴങ്ങിയിട്ടില്ല. അങ്ങനെ ഈ കളിയിൽ ഏറ്റവും ഈ പറയും പോലെ ഗോൾ വഴങ്ങിയ ടീമുകളിൽ ഒരു മെയിൻ ടീം തന്നെയാണ് നമ്മുടെ സ്പെയിൻ. കേപ്പ് വെർദയ്ക്കെതിരെ സമനില, അതാണ് അവരുടെ ആകെ ഒരു നെഗറ്റിവിറ്റി ഉണ്ടായത്. ബാക്കിയത്തെ എല്ലാ കളികളും അവർ ആധികാരികമായി വിജയിച്ച് തന്നെയാണ് സ്പെയിൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് സ്പെയിനെ സൂക്ഷിക്കണം. സ്പെയിൻ വെറുതെയല്ല, സ്പെയിൻ ഈ വേൾഡ് കപ്പിൽ പൂർണ്ണമായി എല്ലാവരും നല്ല ഫോമിൽ നിൽക്കുന്ന ടീമുകൾ തന്നെയാണ്. അതുകൊണ്ട് ഈ പറയുന്ന ആകെയുള്ള നെഗറ്റിവിറ്റി എനിക്ക് തോന്നുന്നത് പലപ്പോഴും ഗോൾ അവസരം കിട്ടി ഗോളാക്കാൻ അവർക്ക് സാധിക്കുന്നില്ല, അവസരങ്ങൾ മിസ്സാക്കുന്നു. പിന്നെ ഈ പറയും പോലെ ഫൈനൽ പോലെ 2010 ശേഷം അവർ ഇങ്ങനെ ഒരു ഫൈനൽ പോലും കളിച്ചിട്ടില്ല. അതുകൊണ്ട് എത്രത്തോളം അന്നേരത്തെ സമ്മർദ്ദത്തെ അതിജീവിക്കുന്നു എന്ന് കാത്തിരുന്നു കാണാം. അർജന്റീനയ്ക്കാണ് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഇതെല്ലാം പല വട്ടം അതിജീവിച്ചാണ് അവർ വന്നിരിക്കുന്നത്. പക്ഷേ അവരുടെ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് ഫസ്റ്റ് തന്നെ അവർ ഗോൾ വഴങ്ങി അവരുടെ പ്രതിരോധത്തിലാണ് ഫുൾ കളി. അതാണ് അവരുടെ മെയിൻ പ്രശ്നം. അതായത് തുടക്കം തന്നെ അവൾ ഗോൾ വഴങ്ങുന്ന ശീലം അവർക്കുണ്ട്. അവൾ അവസാന നിമിഷം വരെ ഈ പ്രതിരോധവും സമ്മർദ്ദവും പിടിച്ച് അവസാന നിമിഷം വരെ കളി ഇങ്ങനെ കൊണ്ടുപോയി അങ്ങനെ കളിക്കുന്ന ടീമാണ്. അതുകൊണ്ട് തന്നെ ഫൈനൽ ഭയങ്കര എന്താ പറയുക, ഒരു ആവേശകരമായിരിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇതുവരെ അവർ 15-14 മീൻസ് ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല, 14-15 കളികളിൽ ഏറ്റുമുട്ടിയിട്ടുണ്ട്. അതിൽ 2-ലും 6-6 തന്നെയായിരുന്നു വിജയം. 2 കളിൽ സമനില നേടി. അങ്ങനെ വേൾഡ് കപ്പിലാണ് 1966 ഇവർ ആകെ ഏറ്റുമുട്ടിയത്. അതുകൊണ്ട് സ്പെയിൻ വിത്ത് 66-ലായിരുന്നു അവർ ഏറ്റുമുട്ടിയത്. അതിൽ വിജയിച്ചത് നമ്മുടെ അർജന്റീനയായിരുന്നു 2-1. ബാക്കി ഈ പറയും പോലെ അവസാനം അവർ ഏറ്റുമുട്ടിയത് എന്തോ സൗഹൃദ മത്സരത്തിനായിരുന്നു. അതിലങ്ങാണ്ട് സ്പെയിൻ വമ്പൻ വിജയം നേടുകയും ചെയ്തു. അങ്ങനെ ഒട്ടും മോശമല്ലാത്ത ഒരു ടീമാണ് രണ്ടുപേരും. അതുകൊണ്ട് തന്നെ ആരാണ് ശക്തൻ ആരാണ് ദുർബലൻ എന്ന് നമുക്ക് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പേപ്പറിൽ ശക്തന്മാർ പലരും ഉണ്ടാവും. അത് സ്പെയിൻ പറയും പോലെ നമ്മുടെ പാസിംഗ് ഗെയിമാണ്. അതുകൊണ്ട് തന്നെ അവർ സ്പെയിനാണ് ശക്തി എന്ന് പലരും പറയും, അർജന്റീനയാണ് ശക്തി എന്ന് പലരും പറയും. പക്ഷേ ഇതൊന്നുമല്ല. ആ 90 മിനിറ്റ് ആര് നന്നായി കളിക്കുന്നുവോ, ആര് മെസ്സിനെ പൂട്ടുന്നുവോ, ആര് യമാലിനെ പൂട്ടുന്നുവോ അവരായിരിക്കും വിജയി. കാരണം ഒന്നുമല്ല, അവരാണ് കളി നിയന്ത്രിക്കുന്നത്, അവരാണ് കളിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ആരാ 90 മിനിറ്റ് കളിക്കുന്നുവോ അവരായിരിക്കും വിജയം. നന്നായി കളിക്കുന്നത് ഫ്രാൻസ് കഴിഞ്ഞ പ്രാവശ്യം നന്നായി കളിച്ചില്ല, അതുകൊണ്ട് ഫ്രാൻസ് പുറത്തായി. എത്ര വലിയ ടീമാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ലോക പ്രതീക്ഷ വരുന്ന അവസാന നിമിഷം വരെ കളിക്കുന്നവരാണ് പോരാളികൾ. അവരായിരിക്കും വിജയി, അവരാവണം വിജയി. അങ്ങനെ നമുക്ക് 20-ാം തീയതി കാണാം നമുക്ക് ആരാണ് വിജയിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇനി മറ്റൊരു വീഡിയോയുമായി പിന്നെ കാണാം. അപ്പോൾ 2 ടീമുകളും ഈ പറയും പോലെ ലോകകപ്പ് ഉയർത്തും എന്നൊരു സ്വപ്നമായി നടക്കുന്നു. അപ്പോൾ നമ്മളും നമ്മുടെ ആരാധകരും സ്പെയിനും അർജന്റീനയ്ക്ക് ഇപ്പോൾ ഒരുപാട് ആരാധകരുണ്ട്. കേരളത്തിലും ഇന്ത്യയിലും ലോകത്ത് മുഴുവനായിട്ട്. അപ്പോൾ കോടിക്കണക്കിന് ആളുകൾ കാത്തിരുന്ന ആ മത്സരം 20-ാം തീയതിയാണ്. അപ്പോൾ എല്ലാവർക്കും കളി കാണുക, എല്ലാവരും കളി ആസ്വദിക്കുക. ഇനിയൊരു ലൈഫിൽ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കുമോ എന്ന് പോലും നമുക്കറിയത്തില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് തോന്നുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.